എന്താകുമെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഈ മക്കാമിന്റെ മുന്നിലിരുന്നിട്ട് ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരുപാട് കരയണമെന്നില്ല, ഒരുപാട് നിലവിളിക്കണമെന്നില്ല. പറയേണ്ടത് ആത്മാർത്ഥത വേണം ചെറുപ്പക്കാരാ. ഇഖ്ലാസ് വേണം മോനെ. ഇഖ്ലാസോടുകൂടി പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഒരു അസ്തഗ്ഫിറുല്ലാഹയാണെങ്കിലും പടച്ചവനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്ന ഒരു ചെറിയ വാക്കാണെങ്കിലും അല്ലാഹു നിനക്ക് പുറത്തു തരും. ഒരു ചരിത്രം പറയട്ടെ, ഒരുപാട് കേൾക്കുന്ന ചരിത്രമല്ലോ. എങ്കിലും ചെറുപ്പക്കാരോ ആകാൻ വേണ്ടി ഒരു ചരിത്രം പറയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ മുന്നിലേക്ക് തന്റെ ജനതകൾ കടന്നു വരികയാണ്. ജനങ്ങളെ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ വെള്ളത്തിന്റെ ക്ഷാമമാണ് നബിയേ, കുടിക്കാ വെള്ളമില്ല നബിയേ, മൃഗങ്ങൾ പോലും വലിയ പ്രയാസത്തിലാണ് നബിയേ, അതുകൊണ്ടൊരു പരിഹാരം കാണണം നബിയേ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്, ജനങ്ങളോട് പറഞ്ഞു ഒരു ദിവസം ഒരുമിച്ച് കൂടാറ്, എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാറ്. പടച്ചവനെ അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളുടെ മുന്നിലേക്ക് പോയിരുന്നു. ചരിത്രം പറയുകയാണ്, 70,000-ൽ പരം വരുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്യുകയാ, അല്ലാഹുവേ മഴ തരണേ അല്ലാഹ്, വല്ലാത്ത പ്രയാസമാ അല്ലാഹ്. മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാ. പടച്ചവനെ മഴ വരുന്നില്ല, അടയാളം കാണുന്നില്ല. മൂസാ നബി പിന്നെയും ദുആ ചെയ്യുകയാ. അപ്പോഴാണ് വിളിച്ചു പറയുന്നു, മൂസാ ദുആ സ്വീകരിക്കില്ല മൂസാ, മഴ പെയ്യില്ല മൂസാ. കാരണമെന്തെന്നറിയോ? അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ നടുവിലോ 40 കൊല്ലമായിട്ട് പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരു ധിക്കാരിയുണ്ടോ? അല്ലാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു